22 മണിക്കൂർ പിന്നിട്ട ശേഷമായിരുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ച VS-നെ ഭൗതികദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ആലപ്പുഴയിലെത്തിയത്. വളരെ കണ്ണീർ കടലോടുകൂടി തന്നെയായിരുന്നു അദ്ദേഹത്തെ സ്വന്തം ജില്ലയിലേക്ക് ആലപ്പുഴയിലേക്ക് ജനങ്ങൾ വരവേറ്റത്. വഴിയിലുടനീളം വിവിധ പോയിന്റുകൾ ഉണ്ടായിരുന്നു. പൊതുദർശനത്തിനും ജനങ്ങൾക്ക് കാണാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് അവിടെയെല്ലാം വളരെ വികാരനിർഭരമായി തന്നെയായിരുന്നു ജനങ്ങൾ തങ്ങളുടെ നേതാവിനെ ഒരു നോക്ക് കാണാനായി എത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അല്പസമയം മുൻപ് ആദ്യം ആലപ്പുഴയിലെത്തിയ ഭൗതികദേഹം ആദ്യം അദ്ദേഹത്തിൻ്റെ വീട്ടിലും പിന്നീട് അതിനുശേഷം ആലപ്പുഴ DC-യിലുമായിരുന്നു പൊതുദർശനം നടത്തിയത്. ഇവിടെ രണ്ടിടങ്ങളിലും 10,000-കണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ കാണാനെത്തിയത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള CPIM നേതാക്കളും ഇപ്പോൾ ആലപ്പുഴയിലുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പൊതുദർശനത്തിനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ റിക്രിയേഷൻ ഗ്രൗണ്ടിലെ പൊതുദർശനം ആരംഭിക്കും. വിശദാംശങ്ങളുമായി അനന്തു ചേരുന്നുണ്ട്. വീട്ടിൽ വെച്ച് പൊതുദർശനം നടത്തിയപ്പോഴും ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം നടത്തിയപ്പോഴും വിചാരിച്ചതിനും അപ്പുറം ജനങ്ങളിലേക്ക് എത്തുന്നു. അതിനപ്പുറം സമയം കടന്നു പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെയധികം ജനങ്ങൾ ഈ പ്രതികൂല കാലാവസ്ഥയിൽ കളവൽക്കണിച്ചുകൊണ്ട് VS-നെ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയക്ലിപ്പ് എത്രത്തോളം പാലിക്കാൻ കഴിയുന്നതിൽ യാതൊരു ഒരു ഉറപ്പും നമുക്ക് നൽകാൻ കഴിയില്ല എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. എന്തായാലും ജനങ്ങൾ വളരെ നേരമായി കാത്തിരിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ഇവിടെ കണ്ടതുപോലെ വലിയ ക്യൂ ഇവിടെയുണ്ട്. നിരവധി ആളുകൾ രാവിലെ മുതൽ തന്നെ അതിരാവിലെ മുതൽ തന്നെ ക്യൂ പിടിച്ച് VS-നെ കാണാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. കാരണം വിപുലമായ സൗകര്യം പൊതുദർശനത്തിനുള്ള വിപുലമായ സൗകര്യം ഇവിടെയാണ് ഒരുക്കിയിട്ടുള്ളത്. വീട്ടിലെത്തിയാലോ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയാലോ VS-നെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന ഭയം മൂലം നിരവധി പേർ ഇവിടെ തന്നെ രാവിലെ സ്ഥലം പിടിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അവരെല്ലാവരും അക്ഷമരായി കാത്തിരിക്കുകയാണ് VS-നെ അവസാനമായി ഒന്ന് കാണാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഈ ആൾക്കാരുടെ എല്ലാം ആഗ്രഹം പൂർത്തീകരിക്കണം. ഇവരെല്ലാം VS-നെ അവസാനമായി ഒന്ന് കാണാൻ അനുവദിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും ഈ ശ്മശാനത്തിലേക്ക് വലിയ ചുറ്റുപാട് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും സമയക്ലിപ്തത പാലിക്കേണ്ടതുണ്ട് എന്ന് നേരത്തെ തന്നെ മന്ത്രിമാരടക്കം CPM സംസ്ഥാന സെക്രട്ടറി അടക്കം പറഞ്ഞിട്ടുണ്ട്. എത്ര സമയം ഇവിടെ ഇരിക്കും എന്നുള്ളതിൽ വ്യക്തതയില്ല. ഇപ്പോൾ എന്തായാലും 5 മണിയായിട്ടുണ്ട്. മൃതദേഹം എത്തുന്നതേ ഉള്ളൂ. നിരവധി പേർ കാത്തു നിൽക്കുന്നു. അവർക്കെല്ലാം കാണാനുള്ള അവസരം ഒരുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എപ്പോഴാണ് ഈ സംസ്കാര കർമ്മങ്ങൾ ഉറപ്പ് പറയാൻ സാധിക്കുന്നത് തീരുമാനിച്ചാൽ തന്നെയും ആ സമയങ്ങളെല്ലാം കടന്നു പോകുന്ന സാഹചര്യമായതിനാൽ ഒരു കൃത്യമായ സമയം പറയാൻ സാധ്യമല്ല എന്നതാണ്. എന്തായാലും VS-നെ അവസാനമായി കാണാൻ വേണ്ടി ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ആപാലവൃദ്ധങ്ങൾ തങ്ങളുടെ അവശതകൾ, കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം മാറ്റി വെച്ചുകൊണ്ട്. ശരി അനന്തു, VS അച്യുതാനന്ദന്റെ ഭൗതികദേഹം അല്പസമയത്തിനകം ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുവരും. വിവരങ്ങൾ നൽകിയത് VS അനന്തു ആയിരുന്നു.